താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം ശാലോം ടി വി പ്രേക്ഷകർക്ക് ലൗഡേലിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ഈ അപ്പസ്തോലിക ആഹ്വാനത്തിൽ നമ്മൾ അനുദിനം ദാമ്പത്യ സ്നേഹത്തിൽ വളരുന്നതിനെക്കുറിച്ച് പാപ്പ പറയുന്നു. എങ്ങനെയാണ് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുക. ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുമ്പോൾ ലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗത്തെ തിരിച്ചറിയുന്നത് പോലെ നമ്മുടെ കുടുംബത്തിൽ യഥാർത്ഥ സ്നേഹം ധാരാളമായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാൻ പാപ്പ നമ്മളോട് പറയുന്നു. ഈ ദാമ്പത്യ സ്നേഹത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് 13 ലക്ഷണങ്ങളിലൂടെ പാപ്പ പറയുന്നു. നമുക്ക് ഈ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഭാഗമൊന്ന് ശ്രദ്ധയോടെ കേൾക്കാം. സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദിക്കുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഈ 13 ലക്ഷണങ്ങളാണ് കുടുംബ ജീവിതത്തിൻ്റെ ദാമ്പത്യ സ്നേഹത്തിൻ്റെ അളവുകോലായി എടുക്കേണ്ടതെന്ന് പാപ്പ ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമുക്ക് ഈ ചർച്ചയിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു നമുക്കേറെ സുപരിചിതനായ തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിലെ മുൻ വൈസ് പ്രിൻസിപ്പളും എക്കണോമിക്സ് വിഭാഗം തലവനുമായിരുന്ന പ്രൊഫസർ KM ഫ്രാൻസിസ് മാഷ് നമുക്കേറെ സുപരിചിതനാണ്. പ്രശസ്ത വചനപ്രഘോഷകനും ഈ പുസ്തകത്തിന് മാർപ്പാപ്പയുടെ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ഈ അപ്പസ്തോലിക ആഹ്വാനത്തിന് മനോഹരമായ ഒരു വ്യാഖ്യാനം രചിച്ച വ്യക്തി കൂടെയാണ്. ഏറെ സ്നേഹത്തോടെ ഫ്രാൻസിസ് മാഷിനെ ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് സിസ്റ്റർ നീമ ഗ്രേസിനെയാണ്. സിസ്റ്റർ നീമ ഗ്രേസ് കുടുംബ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും കുടുംബ പ്രേക്ഷിത രംഗത്ത് പ്രവർത്തിക്കുന്ന ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ അംഗവുമാണ്. സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. അടുത്തതായി നമ്മൾ ചർച്ചയിലേക്ക് നാം ക്ഷണിക്കുക അമല മെഡിക്കൽ കോളേജിലെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റും വിവാഹ ഒരുക്ക കോഴ്സിലെ ഫാക്കൽറ്റി മെമ്പറുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ബെറ്റ്സി. ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ദാമ്പത്യ സ്നേഹത്തിൻ്റെ 13 ലക്ഷണങ്ങളിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ഏറെ കുടുംബങ്ങളിൽ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഈ ദാമ്പത്യ സ്നേഹത്തിൻ്റെ ദീർഘക്ഷമ ആണ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോവുക. നമ്മൾ ഈ ചർച്ചയിലേക്ക് എവരെയും ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ചർച്ചയിലേക്ക് പ്രവേശിക്കുക. പൗലോസ്ലീഹ സ്നേഹത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിലെ ഏറ്റവും ആദ്യത്തെ ഫലമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ദീർഘക്ഷമയാണ്. ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ സഹിക്കാൻ വിട്ടുകൊടുക്കാന്നാണോ അതിൻ്റെ അർത്ഥം? എന്താണ് ശരിക്കും ദീർഘക്ഷമ എന്നുകൊണ്ട് പൗലോസ്ലീഹ അർത്ഥമാക്കുന്നത്? പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ചില അർത്ഥവ്യത്യാസങ്ങൾ വരികയാണ്. ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ ചിലർ അർത്ഥമാക്കുന്നത് ഭർത്താവ് നിരന്തരം കള്ളു കുടിച്ച് വരുന്നു, തല്ലുന്നു, ആ തല്ലും ചീത്ത പറയലും മിണ്ടാതെ സഹിക്കുക എന്നതാണ് ക്ഷമിക്കുക, ക്ഷമ എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് പലപ്പോഴും കാണുന്നത്. പക്ഷേ അത്തരമൊരു അർത്ഥത്തിലല്ല പരിശുദ്ധ പിതാവ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. കോപിക്കുന്നതിൽ തിടുക്കം കൂട്ടാതിരിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന അർത്ഥം. നമുക്ക് പലപ്പോഴും പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. അതെന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത് എന്നാണ് പിതാവ് ഇതിൽ പറഞ്ഞു തരുന്നത്. നമുക്കിപ്പോൾ ദേഷ്യം വരുന്നതിൻ്റെ ഒരു കാര്യം പിതാവ് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പിതാവ് പറയുന്നത് എപ്പോഴും നമ്മളെ കേന്ദ്രീകരിച്ചിട്ടാണ് ചിന്തിക്കണത്.
അത് നാർസിസത്തിൻ്റെ ഒരു ലക്ഷണമാണത്, സ്വയം കേന്ദ്രീകൃതത്തിൻ്റെ. അപ്പോൾ എനിക്ക് ജനിച്ച് വളർന്ന് വരുമ്പോൾ ഞാൻ ചില രീതികളൊക്കെ എൻ്റെ വീട്ടിൽ പാലിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാലിച്ച് വന്ന പോലെ ഭാര്യയും മക്കളും നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ കൃത്യം 8:30 മണിക്ക് ഭക്ഷണം എനിക്ക് എൻ്റെ അമ്മ വെച്ച് തരാറുണ്ട്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അടുക്കളയിൽ ജോലിക്ക് ആളുണ്ടായിരുന്നു, എൻ്റെ ഭാര്യയ്ക്ക് അടുക്കളയിൽ ജോലിക്ക് ആളില്ല. പക്ഷേ എങ്കിലും ഞാൻ അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കൃത്യം 8:30 മണിയാവുമ്പോൾ ഞാൻ മേശപ്പുറത്ത് ചെല്ലുമ്പോൾ ഭക്ഷണം വേണമെന്നാണ്. അത് ഒരു മിനിറ്റ് മാറിക്കഴിഞ്ഞാൽ എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറും. അത് ചെയ്യാതിരിക്കുമെന്നാണ് പരിസ്ഥപിതാവിൻ്റെ ഈ വാചകത്തിൻ്റെ അർത്ഥം. സ്വയം കേന്ദ്രീകൃതമായി ചിന്തിക്കുക, നമ്മൾ പറയുന്നത് പോലെ നടക്കണമെന്ന് ആഗ്രഹിക്കുക. അപ്പം നമ്മുടെ ടെമ്പർ നഷ്ടപ്പെട്ടു പോകും. അതിൽ നിന്ന് പിന്നെ നമ്മൾ ആ ദേഷ്യം അടക്കി പിടിച്ചിട്ട് 9 മണിയാകുമ്പോൾ ഭക്ഷണം തരുന്നു, ദേഷ്യത്തോടു കൂടി തിന്നുന്നു, പിന്നെ പോകാണെന്ന് പറഞ്ഞ് പോലും പറയാതെ കോളേജിലേക്ക് പോകുന്ന പോക്കിൽ വണ്ടി ഇടിച്ച് ചാവണ്ടി എന്ന് പറഞ്ഞിട്ട് വണ്ടി ഓടിക്കുന്നു. അങ്ങനെ ഒരു ശൃംഖലയായിട്ട് ഇതിങ്ങനെ മാറി 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 പോകും. അപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ ഇതിനെ അതിജീവിക്കാമെന്നാണ് ഇതിൻ്റെ പ്രാഥമിക അർത്ഥം. ദീർഘക്ഷമ എന്ന് പറയുമ്പോൾ കടിച്ചു പിടിച്ച് ഉണ്ടാതിരിക്കലോ ഒരു മൗനാവലംബിക്കലോ അല്ല. അല്ല, ഇതൊരു പരിശീലനമാണിത്. ഇത് നമ്മൾ തിരിച്ചറിയുക, ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കുക. ഈ ദൈവവചനം മനുഷ്യന്മാർ ഉപയോഗിക്കുന്നത് സ്വയം വിധിക്കാനല്ല. സ്വന്തം ശിഷ്യന്മാർ പറയുന്നുണ്ട് എന്തെന്ന്, ദൈവവചനം തെറ്റുതിരുത്തലിനും ശാസനത്തിനും പ്രബോധനത്തിനാണ്. ആരോട്? നമുക്ക് എപ്പോഴും അത് നാട്ടുകാരോടാണ്. അപ്പോൾ ഇത് സ്നേഹത്തിൽ പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ ഈ വചനം വെച്ചിട്ട് നമ്മളെ തന്നെ രാത്രി പരിശോധിച്ച് ദൈവമേ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പിറ്റത്തെ ദിവസം അതിന് വീണ്ടും ശ്രമിച്ച് വീണ്ടും പരാജയപ്പെട്ട് വീണ്ടും പരിശ്രമിച്ച് വീണ്ടും പരാജയപ്പെട്ട് വീണ്ടും പരിശ്രമിച്ച് വീണ്ടും പരാജയപ്പെട്ട് വളരുക എന്നതാണ് ഇതിൻ്റെ അർത്ഥമെന്ന്. പാപ്പ പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊരു വചനം എഴുതിയിട്ടുള്ള ദൈവം കോപിക്കുന്നതിൽ വിമുഖനാണ്. അപ്പോൾ അത് പരാമർശിക്കുന്നത് വികാരമായി പ്രവർത്തിക്കാതിരിക്കുകയും ദ്രോഹം ഒഴിവാക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയുടെ ഗുണത്തെയാണ്. അതായത് വികാരമില്ല, അതായത് വികാരം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മാറ്റം. ഞങ്ങളുടെ എല്ലാം കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാഷ് പറഞ്ഞത്. പലപ്പോഴും എൻ്റെ ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ ഞാനും അതേ ടോണിൽ തിരിച്ച് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും അവിടെ തുടങ്ങുകയാണ്. ഒരു പ്രശ്നം അടുത്ത പ്രശ്നത്തിലേക്ക് നയിക്കുന്നു. രണ്ടുപേർക്കും അവരവരുടെ വികാരങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മുടെ കുട്ടികളും കാണുകയാണ്. അവരും അത് തന്നെയാണ് അവരുടെ ഭാവി ജീവിതത്തിലേക്ക് പഠിച്ചു കൊണ്ടുപോകുന്നതും അത് തന്നെയാണ്. അത് പലപ്പോഴും നമ്മൾ മറക്കുന്ന ഒരു സാഹചര്യവും കൂടിയാണ്. അതിന് പകരം എൻ്റെ ഭർത്താവ് കോപിക്കുമ്പോൾ എനിക്ക് ആത്മസംയമനം പാലിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ മനസ്സിൻ്റെ എല്ലാ വിധത്തിലുള്ള മാനസികമായും ആത്മീയമായും എല്ലാ രീതിയിലുള്ള ആരോഗ്യത്തിനും നല്ലതാണ്. നമ്മളെ കണ്ടുപഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതൊരു മാതൃകമാണെന്ന് ഞാൻ സ്വാർത്ഥതയുടെ മേലുള്ള ഒരു വിജയം കൂടെയാണ് അല്ലേ? തീർച്ചയായിട്ടും അതെ. എനിക്ക് എന്നെ തന്നെ ഒന്ന് കോൺക്രീ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പരം ഒന്നും എനിക്ക് ചെയ്യാനില്ല എന്ന് ഞാൻ വിശ്വസിക്കും. ഈ ദീർഘക്ഷമയുടെ കാര്യം പറയുമ്പോഴാണ് വിവാഹ ജീവിതത്തിൽ പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ സെയിം സാഹചര്യങ്ങൾ തന്നെയാണ് അവിടെയുള്ളത്. പക്ഷേ ഭാര്യയെ സംബന്ധിച്ച് അവൾ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ നിന്നും അപ്പാടെ പറിച്ച് നടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ 8:30ക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ അവളുടെ വീട്ടിൽ ഒരു പക്ഷേ 9:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശീലം. അപ്പോൾ അതിനനുസരിച്ചാണ് അവളുടെ മൈൻഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് സാവകാശം ഭർത്താവിൻ്റെ വീട്ടിലെ അവസ്ഥകളോട് ചേരുന്ന വിധത്തിൽ അക്കോമഡേറ്റ് ചെയ്യാൻ അവൾക്കൊരു പേസ് കൊടുക്കുക എന്നത് ഈ ദീർഘക്ഷമയുടെ ഭാഗമായിട്ട് വരുന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ പേരിൽ ഒരുപാട് ശണ്ട ഉണ്ടായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ എന്തുകൊണ്ട് അവൾക്ക് അനുസരിച്ചുകൂടാ, എന്തുകൊണ്ട് അവൾക്കിത് ചെയ്തുകൂടാ, എന്നാൽ അവൾ 20-23 വയസ്സ് വരെ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങളാണ്, അത് സാവകാശം മാറും എന്ന് ചിന്തിക്കാനുള്ളൊരു സമയം കൊടുത്താൽ തീർക്കാവുന്ന ശണ്ടേ അതുണ്ടാവാറുള്ളൂ. ദീർഘക്ഷമയുടെ മറ്റൊരു ഇതാണ് സമയം കൊടുക്കുക, വെയിറ്റ് ചെയ്യുക, ചില കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. അതൊരു മനസ്സിലാക്കലിന്റെ തലം കൂടിയാണത്. മദ്യപാനിയായ ഭർത്താവിന്റെ മാറ്റത്തിന് വേണ്ടിയൊക്കെ ഒരു ഭാര്യ കാത്തിരിക്കേണ്ടി വരുമായിരിക്കാം. 32 വർഷം കാത്തിരുന്ന് മനസ്സാന്തരപ്പെടുത്തിയ ഭാര്യമാര് ഒരുപാട് പേര് നമ്മുടെ തൃശ്ശൂർ രൂപതയിൽ തന്നെ ഉണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്ന ഒരു അച്ഛൻ ഇതുപോലെ പങ്കുവെച്ചൊരു സംഭവം ഓർക്കാണ്. വിവാഹം കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. സ്വാഭാവികമായിട്ട് വിവാഹത്തിൻ്റെ നമ്മൾ മുമ്പൊക്കെ ചർച്ച ചെയ്ത പോലെ ആ ഒരു ലൈംഗികതയോടെയും കുട്ടിക്ക് ഒട്ടും താല്പര്യമില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാർ രണ്ട് ഭാഗത്തുനിന്ന് പറഞ്ഞു ഡൈവേഴ്സ് ചെയ്യാം. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു താല്പര്യവും പ്രകടിപ്പിക്കാത്ത ഒരു കുട്ടിയുടെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഈ ഹസ്ബൻഡ് വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. പയ്യൻ പറഞ്ഞതെന്ന് പറയാം, ഇല്ല കുറച്ച് നാൾ കൂടി കാത്തിരിക്കാം, ഒരു 6 മാസം സമയം ആ കുട്ടിക്ക് കൊടുക്കാം. അങ്ങനെ ഒരു 6 മാസത്തോളം ഈ പയ്യൻ വളരെ ക്ഷമാപൂർവം കാത്തിരുന്നു എന്നാണ് അച്ഛൻ പങ്കുവെച്ചത് ഓർക്കുക. പക്ഷെ 6 മാസം കഴിഞ്ഞ് പയ്യൻ പറഞ്ഞു, ഇനി നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടിയുടെ മനസ്സിൽ പയ്യൻ്റെ സ്നേഹം കണ്ടിട്ടോ അല്ലെങ്കിൽ ക്ഷമയോടുകൂടി ഇടപെട്ടതൊക്കെ കണ്ടിട്ടായിരിക്കാം ഈ കുട്ടി പറഞ്ഞു, ഇല്ല ഞാൻ എന്തായാലും വിവാഹമോചനത്തിനില്ല. പിന്നീട് ഒരു കുഞ്ഞുണ്ടായപ്പോൾ പിന്നീട് ഉണ്ടായ കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞുണ്ടായപ്പോൾ ഈ പെൺകുട്ടിയുടെ കഴുത്തിന് ഓൾറെഡി ഒരു ഡിഫക്റ്റ് ഉണ്ട്. ആ കുട്ടിക്ക് ഒരിക്കലും അത് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ ഈ കുഞ്ഞിന് അതേ ഡിഫക്റ്റ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് എനിക്ക് ഇങ്ങനൊരു ഡിഫക്റ്റ് ഉണ്ട്. എൻ്റെ ഈ ഡിഫക്റ്റോട് കൂടി എന്നെ ഭർത്താവ് സ്വീകരിക്കാൻ തയ്യാറായതൊക്കെ അവരുടെ മനസ്സിലേക്ക് വന്ന് കൊച്ചിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു, വൈഫിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുന്നൊരു അനുഭവം പങ്കുവെച്ചത് ഓർക്കാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു വേറൊരു തലം അല്ലെ, ഒരു ക്ഷമാപൂർവ്വം കാത്തിരിക്കാൻ തയ്യാറാവുമ്പോൾ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു കാര്യം ഇവിടെ നമുക്ക് ആ ഒരു വീട്ടിൽ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി എൻ്റെ ഈ ഫാമിലി അപ്പോസ്റ്റലിൻ്റെ അടുത്തുള്ള വീട്ടിലാണ്. 50 വർഷം മുൻപാണ്. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഭാര്യ ഭ്രാന്തിൻ്റെ ലക്ഷണം കാണിക്കുകയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ അപ്പനമ്മയും പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കാൻ അദ്ദേഹം അവളെ ചികിത്സിച്ച് ഭേദമാക്കി, കുട്ടികളുണ്ടായി, അവരിപ്പോൾ പഠിച്ച ഡോക്ടർമാരാണ്. അപ്പോൾ അതൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന അനുഭവങ്ങളാണ്. അതിനൊക്കെ ധൈര്യം വേണം. ആ ധൈര്യം ദൈവമല്ലാണ്ട് വേറെ ആരും കൊടുക്കാനും പറ്റും. ദാമ്പത്യ സ്നേഹത്തിൽ പരസ്പരം പരിശീലിക്കേണ്ട അല്ലെങ്കിൽ ദാമ്പത്യ സ്നേഹത്തിൽ നമ്മൾ വളരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ ക്ഷമയോടെ ഇടപെടുന്നതും കാത്തിരിക്കുന്നതുമൊക്കെ. നമുക്കൊരു ക്ലിപ്പിങ്ങിലേക്ക് പോവാം. അതിൽ ഒരു കുടുംബത്തിൻ്റെ അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെയാണ് ഈ ദീർഘക്ഷമ പ്രാക്ടീസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉള്ള ക്ഷമ എങ്ങനെ പരിശീലിക്കുന്നു എന്ന് നമുക്ക് ഈ ക്ലിപ്പിങ്ങിൽ കാണാം. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ക്ഷമയില്ലാത്ത ആള് ഞാനാണ്. പെട്ടെന്ന് ഞാൻ ചൂടാവും. പക്ഷെ ആ ചൂടാവുന്നത് അവൾക്കറിയാം, ഒരു 10-20 മിനിറ്റ് നേരത്തേക്ക് ആ ചൂട് നിൽക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവളൊന്നും പ്രതികരിക്കില്ല. പ്രതികരിച്ചാലല്ല എനിക്ക് 2 വാക്ക് കൂടുതൽ പറഞ്ഞിട്ട് വീണ്ടും എന്താ പറയുക ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ അവള് എന്താ വെച്ചെങ്കിൽ പറഞ്ഞോ എന്നുള്ള രീതിയിൽ അങ്ങനെ മൈൻഡ് ഇല്ലാണ്ട് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ഞാനും ശരി ഇപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യം എന്നുള്ളതിൽ ഞാൻ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ആ ദേഷ്യം അടങ്ങും. വീണ്ടും ഇവള് പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ചെയ്തു കൊടുക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് എപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സന്ദർഭം എന്താ വെച്ചെങ്കിൽ, ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു, അപ്പോൾ അല്ലെങ്കിൽ ഇവൾക്ക് തന്നെ അസുഖം വന്നു, ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചിട്ട് നമുക്ക് ഡോക്ടർമാർ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ഗുളിക എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു കോഴ്സാണ്. ആ കോഴ്സ് 3 ദിവസമാണ് 5 ദിവസമാണെങ്കിൽ അത് കഴിക്കണം. ഇവളാണെങ്കിൽ 2 ദിവസം ആകുമ്പോഴേക്കും അത് കഴിച്ച് അസുഖം മാറിയെന്ന് കണ്ടാൽ പിന്നെ അത് കഴിക്കില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് കൊടുക്കില്ല. ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ പറയും ഇതെന്താ കാണിക്കണേ, അത് ആ കോഴ്സ് കംപ്ലീറ്റ് ആവണം. അപ്പോൾ ശരി. അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഗുളിക കഴിക്കുന്ന നേരമാണെങ്കിൽ കഴിച്ചോ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചു, ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ കഴിച്ചു എന്ന് പറയും. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഇപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ വീട് പാവർട്ടിയാണ്. പാവർട്ടി പെരുന്നാൾക്ക് ഞങ്ങൾ പോയി. അവിടെ ഞങ്ങൾ പെരുന്നാൾ കാണാൻ ഇവളുടെ വീട്ടിൽ നിന്നുള്ള അളിയനും പെങ്ങളും അവരുടെ ആളുകളൊക്കെ കൂടിയിട്ട് പള്ളിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ രാത്രി 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ, അപ്പോൾ അതുകൊണ്ട് 9 മണി 9:30 ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് എത്തണം. അപ്പോൾ 8 മണിയാകുമ്പോഴാണ് പള്ളിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി പോണത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് വേഗം പള്ളിയിൽ നിന്ന് പോരണം, നേരം ചുറ്റാൻ പറ്റില്ല. അവിടെ ചെന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ഇട്ട് തിരിച്ച് പിന്നെ ഈ കച്ചവടക്കാരിയിരിക്കുന്ന ഇതിലൂടെയാണ് ഇങ്ങോട്ട് നടന്നു പോകുന്നത്. അവിടെ പിന്നെ കുട്ടികൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അളിയൻ്റെ നാത്തൂനും ഇവളും കൂടിയിട്ടുള്ള അങ്കവട്ട, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവർ 2 ആളും ആ പള്ളിപ്പുറം മുഴുവൻ നടക്കുക. ലാസ്റ്റ് 9:15 കഴിഞ്ഞു പള്ളിയുടെ ആ റോഡിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ. അപ്പോഴും വീണ്ടും പാദസരം കുട്ടിക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഓടി. ഇത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അവിടെ വെച്ച് ഷൗട്ട് ചെയ്ത് ഞാൻ നേരെ ഇവരുടെ വീട്ടിലേക്ക് കൊണ്ട് പോന്നു. ആള് പറഞ്ഞത് ശരിയാണ്, അന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്.
ക്ഷമയുടെ കാര്യത്തിൽ ആൾ തന്നെയാണ് ഏറ്റവും ക്ഷമിക്കാനായിട്ടും പ്രയാസപ്പെടുന്ന ആൾ. ഞാൻ എൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ദേഷ്യപ്പെടുകയാണെങ്കിൽ മിണ്ടാണ്ട് നിൽക്കുക. അതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ ഒപ്പത്തിനൊപ്പം നമ്മൾ പറയാൻ നിന്നാലേ ആ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആളുടെ പ്രഷർ കൂടുകയുള്ളൂ, കുറയില്ല. അപ്പോൾ 2 ഡയലോഗ് എക്സ്ട്രാ പറയും. അത് ചിലപ്പോൾ നമുക്ക് കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് നാവായ കാരണം എന്ത് ഡയലോഗാണ് പുറത്തേക്ക് വരിക എന്നറിയില്ല. അപ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് അത് മനസ്സിൽ വിഷമാവും. പിന്നെ അത് ഇത്തിരി അകൽച്ചയ്ക്ക് കാരണം. അപ്പോൾ മിണ്ടാതെ നിന്നാൽ ആൾ കുറച്ച് കഴിഞ്ഞാൽ ആൾ താനെ അത് കൂളാവും. അങ്ങനെയുള്ളൊരു തത്വമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആൾ ദേഷ്യപ്പെടുമ്പോൾ ചിലപ്പോൾ ഈ മിണ്ടാണ്ട് ഈ സൈലൻസിനും ആൾ ചിലപ്പോൾ ചിത്തറിയും, എന്തുകൊണ്ട് നീ മിണ്ടാണ്ട് നിൽക്കണേന്ന് ചോദിച്ചിട്ട്. അങ്ങനെയും ഉണ്ട്, ഇല്ല. പക്ഷേ ഞാൻ പഠിച്ചിരിക്കുന്ന പാഠം ദേഷ്യപ്പെട്ട് ഒരാൾ നിൽക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുക. അതാണ് ഞാൻ പഠിച്ചിരിക്കുന്ന പാഠം. കുടുംബജീവിതം ആകുമ്പോൾ ഇങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതൊരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് മാറ്റിയെടുക്കും ഞങ്ങൾ. അപ്പോഴാണ് കൂടുതൽ സ്നേഹത്തിൻ്റെ ബന്ധം കൂടുതലായിട്ട്. നമ്മളിപ്പോൾ കുറച്ച് നേരം അകന്നിരിക്കുമ്പോൾ തന്നെ ഈ ദേഷ്യപ്പെട്ട് അകന്നിരിക്കുമ്പോഴാണ് എന്തോ ഒരു ഇത് നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ എന്നാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവും എല്ലാം പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കുടുംബജീവിതത്തിൽ എപ്പോഴും ഈ പറഞ്ഞ പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ സ്വാഭാവികമാണ്. അതില്ലാത്ത ഇത് കുടുംബമല്ല എന്നാണ് ഞാൻ പറയുക. പക്ഷെ ഇതൊക്കെ വിളിച്ചേർന്നതാണ് കുടുംബം. പക്ഷേ ഈ വഴക്കായാലും എന്ത് സൗന്ദര്യപ്പിണക്കായാലും അത് അല്ലെങ്കിൽ ക്ഷമയുടെ കാര്യത്തിലായാലും ക്ഷമ എന്താ പറയുക, ഒരാൾക്ക് കൂടുതലുണ്ട് ഒരാൾക്ക് കുറവാണ് എങ്കിൽ ഇതൊന്ന് ബാലൻസ് ചെയ്താൽ മാത്രമേ കുടുംബജീവിതം മുന്നോട്ട് ശരിയായിട്ട് പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുടുംബജീവിതത്തിലെ ഒരു സ്ഥായിയായൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഭാര്യയും ഭർത്താവും ഈ പറഞ്ഞ രീതിയിൽ ഒരാൾ ക്ഷമ കൂടുതലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അത് കീപ്പപ്പ് ചെയ്ത് നിന്നാൽ മാത്രമേ ഈ കുടുംബജീവിതം ശരിയായ രീതിയിൽ പോകുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പലപ്പോഴും അത് അകൽച്ചയിലേക്കാണ് നയിക്കുക. അകൽച്ചയിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, അത് നികത്താനാവാത്തൊരു വിടവായിട്ട് മാറാനിടയുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ അന്നത്തെ വഴക്കുകൾ അന്ന് രാത്രി കിടക്കുമ്പോൾ തന്നെ തീർക്കുക എന്നുള്ളതാണ് ശരിയായൊരു രീതി. അതുണ്ടെങ്കിൽ പിന്നെ കുടുംബജീവിതത്തിന് വേറെ കോട്ടങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുക എന്നുള്ള സാഹചര്യങ്ങൾ സ്വാഭാവികമാണ്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഞാനൊക്കെ ചിന്തിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മളോട് ചർച്ച ചെയ്താണ്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ദേഷ്യം വരുന്നത്. പ്രത്യേകിച്ച് കുട്ടികളോടുള്ളൊക്കെ ഇടപെടലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇവരിങ്ങനെയൊക്കെ ആയിരിക്കണം കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഇവിടെ സംഭവിക്കേണ്ടത്. അതുപോലെ കാണാതാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് ഇവിടെ പറഞ്ഞതുപോലെ ദേഷ്യപ്പെടുകയും അതിനോട് ആ രീതിയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയായിരിക്കും നമുക്ക് അതിനൊന്ന് ഓവർകം ചെയ്ത് ഒന്ന് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുക? ഇത് കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ വിനീത ഹൃദയനും ശാന്തശീലനുമാണ്, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പോൾ പക്ഷേ ഈ പഠനം കുട്ടികളുടെ അടുത്ത് മാതാപിതാക്കൾ അനുഭവിക്കുന്ന വിഷമം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഇടപെടുന്നതിനേക്കാൾ കൂടുതലാണ്. കാരണം ഇപ്പോൾ പ്രാർത്ഥന എത്തിക്കുന്നു. പല അമ്മമാരും പറഞ്ഞിട്ടുള്ളൊരു തലവേദന എന്ന് പറഞ്ഞാൽ, അമ്മമാർ ധ്യാനം കൂടിയിട്ട് കുട്ടികളെയൊക്കെ വളർത്തണം എന്നുള്ള ഉപദേശമൊക്കെ കേട്ടിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് കുട്ടികളും നന്നായിട്ട് പ്രാർത്ഥന എത്തിക്കും, മൂന്നാമത്തെ കുട്ടി വർത്തമാനം പറഞ്ഞിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ദൈവമേ ഇവർ നരകത്തെ പോലോ, ദൈവമേ ഇവർ നരകത്തെ പോലോ എന്ന് അമ്മയ്ക്ക് പേടി തുടങ്ങും. ആ പേടി തുടങ്ങിയ അമ്മ ശരിക്കും പ്രാർത്ഥന എത്തിക്കട, മറ്റേ ചെയ്യട, അല്ലെങ്കിൽ നീ നന്നാവില്ലട എന്ന് പറയാൻ തുടങ്ങും. അവസാനം അവൻ ജീവിതകാലത്തിൽ ഒരിക്കലും പ്രാർത്ഥിക്കാത്ത അവസ്ഥയിലെത്തും. അപ്പോൾ ഇതിനെങ്ങനെ നേരിടണം? എന്നോട് ഇങ്ങനെ ഒരു അമ്മ എൻ്റെ സുഹൃത്തായിട്ടുള്ള പനക്കനച്ഛനോട് ചോദിച്ചു, ഡിവൈൻ ധ്യാന മന്ദിരത്തിൻ്റെ മുൻ ഡയറക്ടറോട്. അപ്പോൾ അച്ഛൻ പറഞ്ഞത്, നമ്മുടെ കുട്ടിക്കാലത്തെ ജീവിതം നമ്മൾ ആലോചിക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് ഇതിന്. കാരണം നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയൊന്നും ശരിക്കും എത്തിക്കണില്ല. അപ്പോൾ ഈ സമയത്ത് ഇത്തരം സിറ്റുവേഷനിൽ നമ്മുടെ ക്ഷമ കെടാതെ അവരുടെ ആ സ്വാഭാവികത, അവർ ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ അവർ വഴക്കടിക്കും മക്കൾ തമ്മിൽ. ഈ സ്വാഭാവികതയെ ക്ഷമയോടെ നോക്കിയിരുന്നാൽ ഒരു പ്രത്യേക കാലം എത്തുമ്പോൾ അവർ നമ്മളെക്കാൾ നന്നായി പ്രാർത്ഥന എത്തിക്കുന്നവരായി മാറും എന്നാണ് അച്ഛൻ
പറഞ്ഞത്, ഈ ഉപദേശം കേട്ടിട്ട് അച്ഛനിത് എന്നോട് പറഞ്ഞിട്ട് ഞാൻ മറ്റമ്മമാരോട് പറഞ്ഞിട്ട് വിജയിച്ചിട്ടുള്ള ആളുകളുടെ നൂറുകണക്കിന് ആളുകളുടെ ചരിത്രമുണ്ട്. മാഷ് ആ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, 50-ആം വയസ്സ് വരെ പ്രാർത്ഥനയില്ല, കുദാശിയില്ല, ഒന്നുമില്ലാണ്ട് നടന്ന അപ്പനും അമ്മയും 50-ആം വയസ്സിൽ ധ്യാനം കൂടി വളരെ നന്നായി തീക്ഷ്ണതയോട് കൂടി വന്നു കഴിഞ്ഞിട്ട് മക്കളോട് പറയാണ്, ഈ പ്രായത്തിൽ ഇപ്പം തന്നെ നിങ്ങൾ ശരിയാവണമെന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അവർ ചോദിക്കുക, ഈ പ്രായത്തിൽ അപ്പൻ എങ്ങനെയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. മാഷ അതിൽ പറയുന്ന ഒരു കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്തത് ഇതാണ്, നമുക്ക് 50 വർഷം വരെ എടുത്തെങ്കിൽ അവനൊരു 25 വർഷമെങ്കിലും കൊടുത്തൂടെ, ഒന്ന് അവന്റെ സാവകാശത്തിൽ അവന് വളരാൻ വേണ്ടിയിട്ട്. ഒരു സാവകാശം ഉണ്ട് എല്ലാവരും. അത് കർഷകൻ വിത്തിനെ നോക്കിയിരിക്കുന്ന പോലത്തെ ഒരു നോക്കിയിരിപ്പാണ് ആ കാര്യം. ഇത് പ്രാർത്ഥനയുടെ കാര്യത്തിൽ മാത്രമല്ല, അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ആത്മീയ അവസ്ഥയെ ബന്ധപ്പെട്ട് അത് ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു. പ്രധാനമായിട്ട് നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണ്, പല കാര്യങ്ങൾ നമ്മൾ ആത്മാവിൽ അത്ര ബലമില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ സാധിക്കാതെ പോകുന്ന സാഹചര്യം ധാരാളം. ഇവിടെ എനിക്ക് ഓർമ്മ വേണ്ടത് അഗസ്തീനോസ് പുണ്യാളന്റെ കാര്യമാണ്. മോണിക്ക് പുണ്യവതി ദീർഘനാളല്ലേ, 32 വർഷം എന്നാണ് അതിൽ പറയണത്. താം തോന്നിയായിട്ട് നടന്നിട്ടും അവൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ ആ ഒരു സ്നേഹത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ക്ഷമയോടുകൂടി കാത്തിരുന്ന ആ ഒരമ്മ, അത് വലിയൊരു ഉദാഹരണമില്ല. എൻ്റെ സിസ്റ്ററെ, ആ അദ്ദേഹത്തിൻ്റെ പുസ്തകം കൺഫെഷൻസിൻ്റെ മലയാളം വിവർത്തനം ലഭ്യമാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ അതിലെഴുതിയിട്ടുണ്ട് എൻ്റെ അമ്മ എത്ര തീവ്രതയോടെയാണ് എനിക്ക് വേണ്ടി കാത്തിരുന്നതെന്ന്. ഇത് ആയിരക്കണക്കിന് ആൾക്കാരുടെ ചരിത്രമാണ് ഇത്തരം ചരിത്രം. അപ്പം ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ പ്രാർത്ഥനയുടെ കാര്യത്തിലുള്ള ഇതേ കാര്യം തന്നെയാണ് പഠനത്തിൻ്റെ കാര്യത്തിലും. വളരെ ശരിയാണ്. കുട്ടികളെ നമ്മുടെ മാതാപിതാക്കളൊന്നും നമ്മളോട് പഠിക്കട എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ എന്തുമാത്രമാണ് നമ്മുടെ കുട്ടികളോട് സ്കൂളിൽ നിന്ന് വരുമ്പോഴേ എന്തൊക്കെ പഠിപ്പിച്ചു, നീ എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങുന്നത്, എങ്ങനെ നമ്മൾ അങ്ങനെ അവരെ ഡോക്ടറെ ഒരു തരം അമിത വികാരം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു അപ്പന് അമ്മയ്ക്ക് 2 മക്കളുണ്ടെങ്കിൽ മൂത്ത മകൻ നന്നായി പഠിക്കുന്നു, രണ്ടാമത്തെ മകൻ മോശമായിട്ട് പഠിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു ധാരണ, ഈ മോശമായി പഠിക്കുന്ന മകൻ മോശമാണെന്ന് നമ്മൾ വിധി എഴുതുന്നു. എന്നിട്ട് ഇവനെ നമ്മൾ ഈ മകനെ സമ്മർദ്ദം ചെലുത്തുന്നു. അപ്പോൾ അവന് ദേഷ്യം വരുന്നു. ഇപ്പോൾ താരെ സമീൻ പർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയുണ്ട് അമീർ ഖാൻ്റെ. ആ സിനിമയിൽ എങ്ങനെയാണ് ഈ അപ്പന് ദേഷ്യം വരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. എൻ്റെ അപ്പൻ ആ മകനെ ഒരു ബോർഡിംഗ് സ്കൂളിലാക്കണു. ഇത് അവന് വേറെ കഴിവുകളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പം മാതാപിതാക്കൾക്ക് കുട്ടികളുടെ പഠനത്തിൽ പരാജയപ്പെടുമ്പോൾ അവരോട് ദീർഘക്ഷമയോടെ നോക്കിയിരിക്കാൻ പറ്റാതാകുമ്പോൾ ദേഷ്യം വരികയും ചീത്ത പറയുകയും അവരുടെ ഉള്ള കഴിവ് പോലും ഇല്ലാതായി അവർ ക്രിമിനൽസായിട്ട് മാറും ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോഴ് ഈ ക്ലിപ്പിങ്ങിൽ മാതാപിതാക്കൾ കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ കാണിക്കേണ്ട ഒരു ദീർഘക്ഷമയെക്കുറിച്ചുള്ള ഒരു കുടുംബത്തിൻ്റെ ഷെയറിങ്, നമ്മൾ ആ കുടുംബത്തിൻ്റെ ഷെയറിങ് കേൾക്കുകയാണ്. നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം. കുഞ്ഞുങ്ങൾ പലപ്പോഴും ഇപ്പം നമ്മൾ പറയുന്ന കാര്യം അവർ ചെയ്യാൻ പലപ്പോഴും കൂട്ടാക്കാറില്ല. അത് കുഞ്ഞുങ്ങളുടെ ഒരു പ്രകൃതമാണ്. പക്ഷെ നമുക്കത് ചിലപ്പോൾ പല സന്ദർഭങ്ങളിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരെ തല്ലും, അല്ലെങ്കിൽ വഴക്ക് പറയും, ചീത്ത പറയും. അപ്പോൾ പലപ്പോഴും ഞാൻ ഇപ്പോൾ പഠിക്കേണ്ട കാര്യത്തിലാണെന്ന് വെച്ചെങ്കിൽ മൂത്ത കുട്ടിയോട് പറയും, നീ പഠിക്കാണ്ട മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, നീ പഠിക്കണം, നന്നായി പഠിക്കണം എന്നൊക്കെ പറയും. വീണ്ടും അവളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾക്ക് ഉത്തരം കിട്ടില്ല. അപ്പോൾ ഞാൻ അവളോട് ദേഷ്യപ്പെടും. അപ്പോൾ ഈ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ഓർക്കുക എൻ്റെ അപ്പച്ചനെയാണ്. കാരണം അപ്പൻ എന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സാവുമെന്ന് പോലും വീട്ടുകാർക്ക് ഉറപ്പില്ലായിരുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ പഠനം. അപ്പോൾ അതിന് ശേഷം പിന്നെ മൂത്ത പെങ്ങളുടെ മൂത്ത കുട്ടി ഒരിക്കൽ വീട്ടിൽ വന്ന് കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് അവൻ മുട്ടുമ്പോൾ നിൽക്കാൻ വിസമ്മതിച്ച് അവൻ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അവനെ ചീത്ത പറഞ്ഞിട്ട് മുട്ടുകുത്ത് എന്താ ഇരിക്കണേന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, നീയൊക്കെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ആലോചിച്ചിട്ട് അവനെ ചീത്ത പറഞ്ഞാൽ മതി,
നീ ഇപ്പോൾ വലിയ വടി എടുത്തിട്ട് അവനെ ഒരമാനിക്കേണ്ട കാര്യമില്ല. ഇതാണ് വാക്ക് ഉപയോഗിച്ചത്, ഒരമാനിക്കേണ്ട കാര്യമില്ല. ക്ഷമിക്കുക എന്നുള്ളത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കുറവ് തന്നെയാണ്. ഇതിപ്പോൾ ഏത് പാരൻ്റായാലും അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ക്ഷമ എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. പക്ഷേ നമ്മൾ ക്ഷമിക്കാത്ര പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെയും അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് അവരോട് നമ്മൾ തന്നെ ഒന്ന് അയഞ്ഞ് കുട്ടികളുടെ അടുത്ത് പോയി അവരോട് സ്നേഹിച്ച് സന്തോഷത്തിലൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും നമ്മളോട് തന്നെ കൂടുതൽ സ്നേഹം നമ്മളോട് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുട്ടികളുമായുള്ള ബന്ധത്തിൽ ഇതിൽ അവതരിപ്പിച്ചതുപോലെ ആ ദേഷ്യപ്പെടലിൻ്റെ അംശമുണ്ടല്ലോ, അത് നമുക്ക് പലപ്പോഴും വരിക മക്കൾ പരീക്ഷയിൽ തോറ്റിട്ട് തിരിച്ചു വരുമ്പോഴാണ്. ആ തോറ്റു വരുമ്പോൾ മാതാപിതാക്കൾക്ക് മക്കളോട് സ്വാന്തനം കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അത് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ഭയചകിതരാവലാണ്, അവർ തകർന്നു പോവുകയാണ്. അങ്ങനെയാണ് ചില ഇൻസിഡൻ്റ് ഉണ്ടാവണം. എന്ത് പരീക്ഷയ്ക്ക് പോയിട്ട് റിസൾട്ട് വരുമ്പോൾ തിരിച്ച് ജയിച്ചാലും ചിലപ്പോൾ പേടിച്ചിട്ട് തൂങ്ങിച്ചാവണ കുട്ടികളുടെ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കാരണം. അപ്പോൾ മാർപ്പാപ്പ പറയുന്നത് ഉൾക്കൊള്ളാൻ ഈ പരിശുദ്ധ പിതാവ് പൗലോസ്ലീഹാനെ വ്യാഖ്യാനിച്ചു തരികയാണ് നമുക്ക്. ഈ ദീർഘക്ഷമ കുടുംബത്തിലെ സമാധാനവും മക്കളുടെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും. ഒരു പ്രശ്നമുണ്ട് മാഷേ, ഞാനിപ്പോൾ ആലോചിക്കുക. 4ാമത്തെ മോളെ ഒരു ദിവസം 2ാം ക്ലാസ്സിലാണ് അവൾ പഠിക്കണേ. മാത്സ് പരീക്ഷയിൽ മാർക്ക് പറഞ്ഞു തോറ്റിട്ട് വന്നപ്പോൾ ഞാനിതുപോലെ പറഞ്ഞു സാരില്ല എന്ന് പറഞ്ഞു. കൊച്ചിനോട് സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ ചോദിച്ചു അമ്മ എന്താ പറഞ്ഞേ? അപ്പോൾ കൊച്ചി എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു സാരില്ല എന്ന്. ടീച്ചർക്ക് അത് കേട്ടിട്ട് ടീച്ചർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അമ്മ എന്താ അങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടം ഒരു അങ്ങനെ ആയിപ്പോകുന്നുണ്ട്. സാന്ത്വനിപ്പിക്കാൻ അറിയാത്ത രീതിയിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നത്. പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഞാൻ പ്രത്യേകം ഓർക്കണം. ഞാൻ ഫൈനൽ ഇയർ പരീക്ഷ നന്നായി പഠിച്ചൊരുങ്ങി നമ്മൾ ചെയ്ത ആദ്യത്തെ പരീക്ഷ എനിക്ക് ഒട്ടും നന്നായി ചെയ്യാൻ പറ്റിയില്ല. ഞാനാകെ ഡെസ്പായി ഇനി പരീക്ഷ എഴുതണ്ടെന്ന് പോലും വിചാരിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അമ്മേനോട് പറഞ്ഞൊരു വാക്കുണ്ട്, സാരമില്ലടാ പോട്ടെ, ബാക്കിയുള്ള പരീക്ഷ നീ നിനക്ക് ശ്രമിക്ക്, നീ പറ്റാവുന്ന പോലെ ചെയ്യും. ആ വാക്കുകൾ എന്നെ വല്ലാതെ ആശ്വസിപ്പിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ബാക്കിയുള്ള പരീക്ഷകളെല്ലാം എഴുതി തീർക്കാൻ എനിക്ക് പറ്റി. അപ്പോൾ ആ അമ്മയുടെ സപ്പോർട്ട് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ തിരിച്ചാണ് ചെയ്യുന്നത്. ആകാശമിട്ടായി എന്ന് പറയുന്ന ഒരു സിനിമയിലൊരു ഭാഗം കണ്ടു. അപ്പോൾ അതിലത്തെ അപ്പൻ മോനോട് ചോദിക്കുക, മോനെ 6 വിഷയത്തിലും 100, ഒരു വിഷയത്തിൽ 99, ആ മാർക്ക് എവിടെ പോയടാ? അവിടെ ഇത് പക്ഷേ അപ്പോൾ തോറ്റു വരുന്ന കുട്ടികളോട് മാതാപിതാക്കൾ കാണിക്കുന്ന നിലപാട് കൃത്യമായില്ലെങ്കിൽ തകർന്നു പോകുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പങ്കുവച്ച കാര്യം, ദീർഘക്ഷമ നമ്മുടെ സ്നേഹത്തിൻ്റെ വളർച്ചയിൽ നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. അത് ആഴമേറിയ സാന്ത്വനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു വശം അതിനുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തിലാണെങ്കിലും മക്കളോടുള്ള ബന്ധത്തിലാണെങ്കിലും മറ്റ് ബന്ധങ്ങളിലാണെങ്കിലും ഈ ദീർഘക്ഷമ നമ്മുടെ ഒരു സ്വയം കേന്ദ്രീകൃത സ്വഭാവത്തിൽ നിന്ന് നമ്മെ മാറ്റാനായി നമ്മെ സഹായിക്കുന്നു. നമ്മൾ ദീർഘക്ഷമയിൽ വളരാൻ നമുക്ക് ഈശോയിലേക്ക് നോക്കാൻ സാധിക്കട്ടെ. ദൈവം കോപിക്കുന്നതിൽ വിമുഖനാണെന്നും കാരുണ്യം കാണിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവാണെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ദീർഘക്ഷമ പരിശീലിക്കാൻ ഓരോ ദിവസവും നമുക്കറിയാം നമ്മൾ ബലഹീനരാണ്, വീഴ്ചകളുണ്ട്, എങ്കിലും ദീർഘക്ഷമയുള്ളവരാകാൻ അങ്ങനെ ഈ ആഴമേറിയ സാന്ത്വനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറട്ടെ. അതിനായിട്ട് നമുക്ക് തമ്പുരാനിലേക്ക് നോക്കാം. യേശു ധ്യാനം അതിനായി നമ്മെ കൂടുതൽ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് പരസ്പരം ദാമ്പത്യ സ്നേഹത്തിൽ അനുദിനം വളരാം.